അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുർ റഹിനി പണയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുമ്പ് നമ്മൾ ഷർത്തുൽ മർഹൂൻ പണയം വെക്കപ്പെടുന്ന സാധനത്തിൻ്റെ നിബന്ധന പഠിച്ചിരുന്നു. അതൊരു ഐനായിരിക്കണം, ഇന്നാലിന്ന വസ്തുവെന്ന് പറയാൻ പറ്റുന്ന കാര്യമായിരിക്കണമെന്ന്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഫസ്ല് ഷർത്തുൽ മർഹൂനി ബിഹി, എന്തിന് പകരമായിട്ടാണോ പണയം വെക്കുന്നത് ആ വസ്തുവിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ സെയ്ദ് അമ്രിന് 100 രൂപ നൽകാനുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ 100 രൂപക്ക് പകരമായിട്ട് സെയ്ദ് തൻ്റെ കയ്യിലുള്ള ഫോൺ അമ്രിൻ്റെ കയ്യിൽ പണയം വെക്കുകയാണെങ്കിൽ ആ 100 രൂപയെക്കുറിച്ചാണ് നമ്മൾ മർഹൂനി ബിഹി എന്ന് പറയുന്നത്. അപ്പോൾ ഷർത്തുൽ മർഹൂനി ബിഹി ലിയസിഹർ റഹ്നു, പണയം ശരിയാകാൻ മർഹൂനി ബിഹിക്കുണ്ടാകേണ്ട നിബന്ധന കൗനുഹു ദൈനൻ, അത് ദൈനായിരിക്കണം. ദൈനി എന്നുള്ളത് ഐനിൻ്റെ ഓപ്പോസിറ്റാണ്. ഇന്നാലിന്ന വസ്തുവെന്നില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ദൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉദാഹരണത്തിലെ 100 രൂപ എന്നുള്ളത് ദൈനാണ്. കാരണം ഏത് 100 രൂപ നൽകിയാലും സെയ്ദിൻ്റെ ആ കടം വീടുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. സെയ്ദ് അമ്രിന് നൽകാനുള്ളത് അവൻ്റെ കയ്യിലുള്ള ഇന്നാലിന്ന ഫോണാണ് എന്ന് സങ്കല്പിക്കുക. അതൊരു ഐനാണ്. കാരണം അത് നൽകിയാൽ മാത്രമേ ആ കടം വീടുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ആ ഒരു കാര്യത്തിന് പകരമായിട്ട് മറ്റൊരു വസ്തു സെയ്ദ് അമ്രിൻ്റെ കയ്യിൽ പണയം വെച്ചാൽ അത് ശരിയാകൂല. കാരണം ഇവിടുത്തെ മർഹൂനി ബിഹി ദൈന് ആകുന്നില്ല. ഓക്കെ, അപ്പോൾ കൗനുഹു ദൈനൻ, മർഹൂനി ബിഹി ദൈനായിരിക്കണം. സാബിത്തൻ, അത് തന്നെ സ്ഥിരപ്പെട്ടതായിരിക്കണം. ഓക്കെ, പിന്നീട് അമ്രിന് ഞാൻ നൽകാനുണ്ടാകും എന്ന് വെച്ചിട്ട് ഇപ്പോൾ തന്നെ പണയം വെച്ചാൽ അത് ശരിയാകൂല. കാരണം സാബിത്തായ ദൈനായിരിക്കണം. എന്നുള്ളതുപോലെ ലാസിമൻ, നിർബന്ധമായതുമായിരിക്കണം. ഓക്കെ, അമ്രിന് നൽകുകയും ചെയ്യാം നൽകാതിരിക്കുകയും ചെയ്യാം എന്ന രീതിയിലുള്ള ദൈനാണ് എങ്കിൽ, എന്നുള്ളതുപോലെ നിർബന്ധമാകാത്ത ദൈനാണ് എങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് പകരമായിട്ട് പണയം വെച്ചാൽ അത് ശരിയാവുകയില്ല. ഇൻഷാ അല്ലാഹ് സാബിത്ത്, ലാസിം എന്നുള്ളത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ വഴിയെ വരുന്നുണ്ട്. ആദ്യമായിട്ട് കൗനുഹു ദൈനൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഐനാകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ മുഹ്തറസാത്താണ് പറയുന്നത്. ഫലാ യസിഹുർ റഹ്നു, അപ്പോൾ പണയം വെച്ചാൽ ശരിയാവുകയില്ല. ബിൽ ഐനിൽ മഗ്സൂബത്തി, ഗസ്ബ് ചെയ്യപ്പെട്ട ഒരു ഐനിന് പകരമായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ സെയ്ദ് അമ്രിൻ്റെ ഒരു ഫോണ് കട്ടെടുത്തു അല്ലെങ്കിൽ ഗസ്ബ് ചെയ്തു. അപ്പോൾ ആ വസ്തു തന്നെയാണ് സെയ്ദ് ഇപ്പോൾ അമ്രിന് നൽകാനുള്ളത് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക? മറ്റൊരു വസ്തുവിനെ പണയം വെക്കുക, അത് പാടില്ല. വൽ മുസ്തആറത്തി, വായ്പക്ക് വാങ്ങപ്പെട്ടിട്ടുള്ള ഐനിന് പകരമായിട്ടും. വൽ മഅഖൂദത്തി ബിസ്സൗമി, വില പേശിക്കൊണ്ട് പറഞ്ഞു വെക്കപ്പെട്ട സാധനത്തിന് പകരമായിട്ടും പണയം വെക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സെയ്ദ് ഒരു കച്ചവടക്കാരനാണ്. അമ്ര് അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് എനിക്ക് ഇന്നാലിൻ്റെ വസ്ത്രം ഇന്നാലിന്ന വിലക്ക് വേണമെന്ന് പറഞ്ഞ് വില നൽകുകയും ചെയ്തു. ഓക്കെ, ഇപ്പോൾ സെയ്ദ് അമ്രിന് നൽകാനുള്ളത് ആ ഒരു വസ്ത്രമാണ് അല്ലേ. അപ്പോൾ ആ വസ്ത്രം നൽകും വരെ സെയ്ദ് എന്ത് ചെയ്യുക? അവൻ്റെ മറ്റൊരു കാര്യം അമ്രിൻ്റെ കയ്യിൽ പണയം വെക്കുക, അതും പാടില്ല. കാരണം ആ ഒരു വസ്ത്രം നൽകിയാലേ എന്താവുകയുള്ളൂ? ആ കടം വീടുകയുള്ളൂ. അതൊരു ഐനാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഐനുകൾക്ക് പകരമായിട്ടൊന്നും റഹിന് ശരിയാവുകയില്ല. ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം. അതിൻ്റെ കാരണം എന്താ? ലി അന്നഹ ലാ തുസ്തൗഫ മിൻ സമനിൽ മർഹൂനി, കാരണം ഇപ്പറഞ്ഞ ഐനുകളൊന്നും മർഹൂനിൻ്റെ സമനിൽ നിന്നും വീട്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ഓക്കെ, വദാലിക മുഖാലിഫുൽ ലിഗറലിർ റഹിനി, അപ്പോൾ ഇങ്ങനെ മർഹൂനിൻ്റെ വിലയിൽ നിന്നും വീട്ടപ്പെടാത്തത് കൊണ്ടു തന്നെ വദാലിക മുഖാലിഫുൽ ലിഗറലിർ റഹിനി, അത് പണയത്തിൻ്റെ ലക്ഷ്യത്തിനോട് തന്നെ എതിര് നിൽക്കുന്ന കാര്യമാണ്. ഇൻദൽ ബൈഇ, പിന്നീട് അത് വിൽക്കേണ്ടി വരുമ്പോൾ. ഓക്കെ, അതായത് നമ്മളൊരു ദൈനിന് പകരമായിട്ട് പണയം വെക്കുന്നത് തന്നെ എന്തിനാണ്? അഥവാ ആ കടം വീട്ടാൻ ഇയാൾക്ക് സെയ്ദിന് കഴിഞ്ഞില്ല എങ്കിൽ അവൻ പണയം വെച്ച ആ സാധനം വിറ്റുകൊണ്ടുള്ള വില കൊണ്ട് അത്തരത്തിലുള്ള ഒരു സാധനം വാങ്ങിയിട്ട് അമ്രിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണയം എന്നുള്ള കാര്യം തന്നെ ഷറാക്കിയിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ഐനായിട്ടുള്ള ഒരു കാര്യമാണ് സെയ്ദ് അമ്രിന് നൽകാനുണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് പണയം വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ആ പണയം വെക്കപ്പെട്ട വസ്തു വിറ്റിട്ട് അതിൻ്റെ വില കൊണ്ട് മറ്റൊരു സാധനം വാങ്ങിയാലും ആ കടം വീടുകയില്ല. മറിച്ച് സെയ്ദിൻ്റെ കയ്യിലുള്ള ആ ഐന് നൽകിയാലേ കടം വീടുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഐനായിട്ടുള്ള വസ്തുക്കൾക്ക് പകരമായിട്ട് പണയം വെച്ചാൽ അത് ശരിയാവുകയില്ല എന്ന്. എന്നാൽ അസഹിൻ്റെ സാനിക്കാരുടെ അഭിപ്രായ പ്രകാരം എന്ത് പറ്റുന്നതാണ്? ഐനിന് പകരമായിട്ടും റഹിന് വെക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കാരണം വസാനി മാ യൽതസിമു ഹാദൽ ഖറള, ഇത്തരത്തിലുള്ള ഒരു ഖറള്, അതായത് മർഹൂന് വിട്ടിട്ടുള്ള സമന് കൊണ്ട് ആ ഐന് കരസ്ഥമാക്കാൻ കഴിയണം എന്നുള്ള ഒരു ഖറള്
രണ്ടാമത്തെ അഭിപ്രായക്കാർ നിർബന്ധമാക്കുന്നില്ല. മറിച്ച് വഖാസർ റഹ്ന ബിഹ, മറിച്ച് ഈ സാനിക്കാർ എന്ത് ചെയ്തു? ഇത്തരം ഐനുകൾക്ക് പകരമായിട്ട് പണയം വെക്കുന്നതിനെ ഖിയാസാക്കി അലാ ലമാനിഹാലി തുറദ്ദ, ഇക്കാര്യങ്ങളെല്ലാം തിരികെ നൽകപ്പെടാൻ വേണ്ടിയിട്ട് അവയുടെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യത്തോട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ സെയ്ദ് അവൻ്റെ കയ്യിലുള്ള ഒരു ഫോൺ അമ്രിന് നൽകാനുണ്ട്, അഥവാ നൽകിയില്ലെങ്കിൽ ഞാനത് നൽകിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ലൊമാനെ ഏറ്റെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് പോലെ തന്നെ റഹിനും പറ്റുന്നതാണ് എന്നാണ് സാനിക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ലൊമാനിനോട് റഹിനെ ഖിയാസാക്കുന്നത്? ബിജാമിഉ തവസ്സുഖി, രണ്ടും ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണല്ലോ ഉള്ളത്. ഇപ്പോൾ തവസ്സുഖ് എന്നുള്ളതാണ് അവരുടെ ഇല്ലത്തായിട്ട്, ഖിയാസിൻ്റെ ഇല്ലത്തായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൊമാൻ ഏറ്റെടുക്കുന്നത് എന്തിനാ? സെയ്ദ് അമ്രിന് എന്തായാലും അത് നൽകും എന്നുള്ള ഒരു ഉടമ്പടിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണല്ലോ റഹിനുമുള്ളത്. അതുകൊണ്ട് ലൊമാന് പറ്റുന്നത് പോലെ റഹിനും പറ്റും എന്നാണ് സാനിക്കാർ പറയുന്നത്. എന്നാൽ ഫറഖൽ അവലു, അസഹായിട്ടുള്ള അഭിപ്രായം ഈ ഒരു ഖിയാസിന് ഫാരിഖ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലൊമാനിനെ പോലെ റഹിനിനെ കാണാൻ പറ്റൂല. കാരണം എന്താ? ബി അന്ന ലൊമാനഹ, കാരണം ഇത്തരം വസ്തുക്കളുടെ ലൊമാൻ ഏറ്റെടുക്കുക എന്നുള്ളത് ലാ യജുറു, അത് കൊണ്ടെത്തിക്കുകയില്ല, ലൗലം തുത്ലഫ്, ഇക്കാര്യങ്ങളൊന്നും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇലാ ലൊററിൻ, ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കുകയില്ല. അതായത് സെയ്ദ് എന്തായാലും ആ ഒരു ഐന് അമ്രിന് നൽകും എന്നുള്ള രീതിയിൽ ഖാലിദ് ലൊമാൻ ഏറ്റെടുത്തു എന്ന് കരുതുക. എന്നാലും സെയ്ദ് അത് തിരിച്ചു നൽകുന്നതോടുകൂടെ അല്ലെങ്കിൽ അതിനു മുമ്പൊന്നും എന്ത് ചെയ്യുന്നില്ല? ഖാലിദിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. പക്ഷേ ബി ഖിലാഫി റഹിനി ബിഹ, ഇവക്ക് പകരമായിട്ട് പണയം വെക്കുന്നതിനെതിരായിട്ട് ഓക്കെ സെയ്ദ് എന്ത് ചെയ്യാണ്? താൻ നൽകാനുള്ള ഒരു ഐനിന് പകരമായിട്ട് മറ്റൊരു വസ്തുവിനെ, ഒരു ഫോണാണ് നൽകാനുള്ളത്, അതിന് പകരമായിട്ട് ലാപ്ടോപ്പ് അമ്രിൻ്റെ കയ്യിൽ പണയം വെക്കുകയാണ് എങ്കിൽ ഫയജുറു ഇലാ ലററിൻ, അപ്പോൾ ആ റഹിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണമാണ് ഫയജുറു എന്ത്? ദവാമുൽ ഹജ്രി ഫിൽ മർഹൂനി. ഓക്കെ, ആ മർഹൂനായിട്ടുള്ള വസ്തുവിൽ ഹജ്ർ സ്ഥിരപ്പെടും എന്നുള്ള കാര്യം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതായത് സെയ്ദ് ഈ ഒരു ഫോണ് തിരിച്ചു നൽകുന്നത് വരെ, അമ്രിന് നൽകുന്നത് വരെ അവന് എന്ത് ചെയ്യാൻ കഴിയൂല? ആ ഒരു ലാപ്ടോപ്പ് ഇവൻ്റെ ആവശ്യത്തിന് മാത്രം കിട്ടുകയില്ലല്ലോ. അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് റഹിനിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ലൊമാനിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ലൊമാൻ ഇവിടെ ജായിസായിട്ടുള്ളത്. റഹിനെ ഒരിക്കലും നമുക്ക് ലൊമാനെ പോലെ കാണാൻ കഴിയൂല എന്നർത്ഥം. ഓക്കെ, വഹാദിഹിൽ മസായിലു, ഇപ്പറഞ്ഞ മസലകളൊക്കെ ഐനിനുള്ള ഉദാഹരണമായിരുന്നു. ഇവയെല്ലാം ഖറജത്ത് അൻ സിഹത്തി, ഇവയെല്ലാം സിഹത്തിനെ തൊട്ട് പുറത്തു പോയി, ഇവയെല്ലാം ബാത്തിലായി ബി ഖൗലിഹി ദൈനൻ എന്നുള്ള മുസന്നിഫ് തങ്ങളുടെ കൗല് കൊണ്ട്. അപ്പോൾ ദൈനാകണം എന്നുള്ള നിബന്ധനയുണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഐനായിട്ടുള്ള കാര്യങ്ങൾക്ക് റഹിന് വെക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലായത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സാബിത്തൻ എന്ന് പറഞ്ഞിരുന്നല്ലോ, സ്ഥിരപ്പെട്ട ദൈനായിരിക്കണം. വലാ യസ്യഹു റഹ്നു ബിമാ സയുഖ്രിലുഹു, ഒരാൾ മറ്റൊരാൾക്ക് പിന്നീട് കടം നൽകും എന്നുള്ളതിന് പകരമായിട്ട് ഇപ്പോൾ തന്നെ പണയം വെച്ചാലതും ശരിയാവുകയില്ല. വലാ ബി സമനി മാ സയഷ്തരിഹി, പിന്നീട് ഇയാൾ വാങ്ങാൻ പോകുന്ന ഒരു വസ്തുവിൻ്റെ വിലക്ക് പകരമായിട്ട് ഇപ്പോൾ തന്നെ മറ്റൊരു വസ്തു പണയം വെക്കുക എന്നുള്ളതും ശരിയാവുകയില്ല. കാരണം എന്താ? ലി അന്നഹു വസിഖത്തു ഹഖിൻ, കാരണം ഈ പണയം എന്ന് പറയുന്നത് ഒരു അവകാശം ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്, ഉടമ്പടിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അല്ലേ? അതായത് സെയ്ദ് അമ്രിന് 100 രൂപ നൽകാനുണ്ട്, അപ്പോൾ അത് അമ്രിന് അവകാശപ്പെട്ടതാണ്. അതൊന്ന് ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് മറ്റൊരു വസ്തു സെയ്ദ് അമ്രിൻ്റെ കയ്യിൽ പണയം വെക്കുന്നത് അല്ലേ? അപ്പോൾ ഫലാ യുഖദ്ദമു അലൽ ഹഖ്, അത്തരത്തിലുള്ള ഒരു റഹിന് എന്ത് ചെയ്യാൻ പാടില്ല? ഹക്കിനേക്കാളും മുൻകടക്കപ്പെടാൻ പാടില്ല. അതായത് സെയ്ദ് അമ്രിന് 100 രൂപ നൽകാനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ വസീഖത്ത് ഉണ്ടാക്കുക എന്നുള്ളത് പാടില്ല. കഷഹാദത്തി, സാക്ഷി നിൽക്കുന്നത് പോലെ തന്നെ. ഓക്കെ, സാക്ഷി നിൽക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സാധനം ഉണ്ടായി എന്ന് ഉറപ്പുണ്ടാകാനും വേണ്ടിയിട്ടാണ് അല്ലേ? സെയ്ദ് അമ്രിന് 100 രൂപ കടം കൊടുത്തു, അതിനെ മറ്റൊരാളെ സാക്ഷി നിർത്തുന്നത് എന്തിനാ? ഇനി സെയ്ദിന് അമ്രിൻ്റെ കയ്യിൽ നിന്നും ആ 100 രൂപ നൽകാനുണ്ട് എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ സാക്ഷി നിർത്താൻ കഴിയൂലല്ലോ എന്നുള്ളത് പോലെ തന്നെ ആദ്യം തന്നെ റഹിനും പാടില്ല. വഅൻദാലിക, ഈ ഒരു വിഷയത്തെ തൊട്ട്, അതായത് ഇനി കടം നൽകാൻ പോകുന്ന കാര്യം, ഇനി വിൽക്കാൻ പോകുന്ന കാര്യം, അത്തരം കാര്യങ്ങളെ തൊട്ടൊക്കെ അദ്ദാഖിലി ഫി ദൈനി, ഓക്കെ, ദൈനിൽ കടക്കുന്ന,
ദൈന് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രവേശിക്കുന്ന ഇത്തരം കാര്യങ്ങളെ തൊട്ട് ബി തജവൂസിൻ എന്നാണ് കേട്ടോ. അവിടെ ബി തജവൂസിൻ എന്നാണ് ഒരു വിശാലാർത്ഥത്തിൽ. സത്യത്തിൽ ദൈന് എന്ന് പറഞ്ഞാൽ സയുഖ്രിളുഹു എന്നത് അതിൽ പെടൂല നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഒരു വിശാലാർത്ഥത്തിൽ നോക്കിയാൽ ബിമാ സയുഖ്രിളുഹു എന്നതിനെ കൂടി നമ്മൾ ദൈന് എന്നുള്ള പദപ്രയോഗത്തിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ദൈന് എന്നതിൽ തവസ്സോടുകൂടെ തജവ്വുസോടുകൂടെ പ്രവേശിക്കുമായിരുന്ന സയുഖ്രിളുഹു എന്നുള്ള മസ്അലകളെല്ലാം സാബിതൻ എന്നുള്ള മുസന്നിഫ് തങ്ങളുടെ ഖൗല് കൊണ്ട് പുറത്തു പോകപ്പെട്ടു, സൂക്ഷിക്കപ്പെട്ടു എന്നർത്ഥം. ഓക്കെ, ദൈന് സുബൂത്താകണം എന്നുള്ള ഷർത്തിനോട് ബന്ധപ്പെട്ട 1-2 മസ്അലകളാണ് അടുത്തത്. വലൗഖാല, ഇനി അംർ സെയ്ദിനോട് പറയാണ്, അഖറൽതുക ഹാദിഹി ദറാഹിമ വർതഹൻതു ബിഹാ അബ്ദക, നിനക്ക് ഞാൻ 10,000 രൂപ കടം നൽകിയിരിക്കുന്നു, അതിന് പകരമായിട്ട് നിന്റെ അടിമയെ ഞാൻ പണയമായിട്ട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന്. ഫഖാല യഖ്തറൽതു വറഹൻതു, അപ്പോൾ സെയ്ദ് പറഞ്ഞു ഞാൻ കടം സ്വീകരിക്കുകയും എൻ്റെ അടിമയെ പണയം വെക്കുകയും ചെയ്തുവെന്ന്. അല്ലെങ്കിൽ ഔഖാല, അല്ലെങ്കിൽ അമർ പറയാണ്, ബിഅ്തുകഹു ബികദ, 100 രൂപയ്ക്ക് നിനക്ക് ഞാൻ ഈ പുസ്തകം വിറ്റിരിക്കുന്നു, വർതഹൻതു സൗബ ബിഹി, അപ്പോൾ നീ എനിക്ക് തരാനുള്ള ആ 100 രൂപയ്ക്ക് പകരമായിട്ട് നിന്റെ വസ്ത്രത്തെ ഞാൻ പണയമായിട്ട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഫഖാല ഇഷ്തറൈതു വറഹൻതു, ഓക്കെ, സെയ്ദ് അത് രണ്ടും സ്വീകരിക്കുകയും ചെയ്താൽ സഹഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഇവിടുത്തെ റഹിന് ശരിയാകുന്നതാണ്. എന്നാൽ വസാനി, അസഹിൻ്റെ സാനി പറയുന്നത് ലാ യസിഹു റഹ്നു, ഇവിടുത്തെ പണയം ശരിയാവുകയില്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താ? ലി തഖദ്ദുമി അഹദി ഷിഖൈഹി, ഈ റഹിനിൻ്റെ 2 ഷിഖുകളിൽ ഒന്ന് മുൻ കടന്നു വന്നിട്ടുണ്ട്. അലാ സുബൂത്തി ദൈനി സ്ഥിരപ്പെടുന്നതിനേക്കാൾ. ഓക്കെ, നമുക്കറിയാം റഹിന് ശരിയാകണമെങ്കിൽ അതിൻ്റെ ഈജാബും കബൂലും വരണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഷിഖ് കബൂല് എന്നുള്ള ഷിഖ് വന്നിട്ടുള്ളത് ആദ്യത്തെ ഉദാഹരണത്തിൽ അഖറൽതുക ഹാദിഹി ദറാഹിമ വർതഹൻതു എന്നുള്ള ആ കബൂലിൻ്റെ ഷിഖ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ കടം സ്ഥിരപ്പെടുന്നതിന് മുമ്പാണ് അല്ലേ, സുബൂത്ത് ദൈൻ ഉണ്ടാകുന്നതിന് മുമ്പാണ്. കാരണം ആ കടം സ്ഥിരപ്പെടണമെങ്കിൽ എന്ത് വേണം? യഖ്തറൽതു എന്നുള്ള സെയ്ദിൻ്റെ കബൂല് കൂടി കഴിഞ്ഞാലേ അവിടുത്തെ സുബൂത്ത് ദൈൻ ഉണ്ടാവുകയുള്ളൂ. അതിനു മുമ്പാണ് ഇവിടെ വർത്തഹൻതു എന്നുള്ള എന്ത് വന്നിട്ടുള്ളത്? കബൂല്, റഹിനിൻ്റെ കബൂല് വന്നിട്ടുള്ളത് എന്നതിനാൽ ഇത് ശരിയാകൂല എന്നാണ് സാനിക്കാർ പറയുന്നത്. എന്നാൽ വൽ അവ്വൽ യഗ്തഫറ ദാലിക, അസഹക്കാർ ഈ ഒരു വിഷയത്തെ ഒന്ന് പുറത്തിരിക്കുന്നു. ലിഹാജത്തിൽ വസീഖത്തി, കാരണം ഉറപ്പ് കിട്ടാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിവരും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി അടുത്തത് ലാസിമുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ്. ലാസിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിർബന്ധമായും നൽകേണ്ട ഒരു സ്ഥാനത്തിന് പകരമായിട്ട് എന്ത് നടത്താൻ പാടുള്ളൂ? പണയം വെക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വലാ യസ്ഹു റഹ്നു ബിനുജൂമിൽ കിതാബത്തി, കിതാബത്തി എന്നാൽ നമുക്കറിയാം മോചനദ്രവ്യം എഴുതുന്നതിനെ കുറിച്ചാണ് പറയാം. അതായത് സെയ്ദിൻ്റെ അടിമയാണ് അമ്ര എന്ന് സങ്കല്പിക്കുക. അപ്പോൾ സെയ്ദ് അമ്രിനോട് പറയാണ്, ഇനി എനിക്ക് 4 ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കരാറൊക്കെ ഒപ്പിട്ടു. അതിനെക്കുറിച്ചാണ് നമ്മൾ കിതാബത്തി എന്ന് പറയുന്നത്. ഏതായാലും ആ 4 ലക്ഷം രൂപ നീ എനിക്ക് നൽകേണ്ടത് 8 തവണകളായിട്ടാണ്, 8 ഘടുക്കളായിട്ടാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ നുജൂമ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അമ്ര സെയ്ദിന് എന്ത് നൽകാനുണ്ട്? ഇപ്പോൾ 8 തവണയായിട്ട് 4 ലക്ഷം രൂപ നൽകാനുണ്ട് അല്ലേ. എന്നാൽ അത് അമ്ര നൽകിയിട്ടില്ല എങ്കിൽ അത്രയും കാലം അമ്ര സെയ്ദിൻ്റെ തന്നെ എന്തായിട്ട് അടിമയായിട്ട് തുടരും എന്നാണ്. അതായത് അത് നൽകേണ്ട നിർബന്ധ ബാധ്യത അമ്രിനില്ല എന്നർത്ഥം. അവനാ കാശ് ലഭിക്കുകയാണെങ്കിൽ സെയ്ദിന് കൊടുത്താൽ മതി. അതാണ് വലാ യസ്ഹു റഹ്നു ബിനുജൂമിൽ കിതാബത്തി, കിതാബത്തിൻ്റെ ഘടുക്കൾക്ക് പകരമായിട്ട് റഹ്ന് നടത്തൽ ശരിയാവുകയില്ല. അപ്പോൾ നീ അത് നൽകുന്നത് വരെ നിൻ്റെ മറ്റൊരു കാര്യം എൻ്റെ കയ്യിൽ പണയം വെക്കണമെന്ന് സെയ്ദ് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. കാരണം എന്താ? ലി അന്നൽ റഹിന ലി തവസ്സുഖി, ഓക്കെ, റഹിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഉറപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. വൽ മുക്കാത്തബായിട്ടുള്ള അടിമയോ ബി സബീലിൻ മിൻ നുജൂമി മതാശാ, അവന് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? നുജൂമ് എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാവുന്നതാണ്. ഫലാ മഅനാ ലി തൗസീഖിഹ, അപ്പോൾ അത് എന്ത് ചെയ്യാനുള്ള? അതിനെ ഉറപ്പിക്കുക എന്നുള്ളതിന് ഒരു അർത്ഥവുമില്ല. കാരണം അത് ഉറപ്പിക്കേണ്ടതില്ല. എപ്പോഴും അതിന് ഒഴിവാക്കാൻ, പണം നൽകാതിരിക്കാനും ആ അടിമക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, എന്നുള്ളതുപോലെ വലാബി ജുഅലിൽ ജുആലത്തി, ജുആലത്തി എന്ന് പറഞ്ഞാൽ കൂലിപ്പണി എന്നൊക്കെ പറയാം. അപ്പോൾ കൂലിപ്പണിയുടെ കൂലി കൊണ്ടും പണയം വെക്കാൻ പാടില്ല, കൂലിക്ക് പകരമായിട്ടും പണയം വെക്കാൻ പാടില്ല. ഖബ്ലൽ ഫറാഗ് മിനൽ അമലി, ആ പണിയിൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പായിട്ട്. വഇൻ ശറഅ ഫീഹി, അവൻ അതിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ശരി. അതായത്
ഒരാൾ എന്ത് വിളിച്ചു, സെയ്ദ് അമ്രിനെ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് കൂലിക്ക് വിളിച്ചു. അപ്പോൾ അതിൻ്റെ കൂലി എപ്പോൾ ആ പണി പൂർത്തിയാകുന്നതോടെയാണ് സെയ്ദ് അമ്രിന് നൽകാനുള്ള ബാധ്യതയാകുന്നത്. അപ്പോൾ അമ്ര ആ പണി ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, സെയ്ദിന് അമ്രിന് നൽകാനുള്ള ആ കൂലിക്ക് പകരമായിട്ട് സെയ്ദ് മറ്റൊരു കാര്യം അമ്രിൻ്റെ കയ്യിൽ പണയം വെക്കുക എന്നുള്ളത് പാടില്ല. കാരണം ആ കൂലി നൽകാൻ സെയ്ദ് കടമപ്പെട്ടിട്ടില്ല, സെയ്ദിനത് നിർബന്ധമായിട്ടില്ല എന്നർത്ഥം. ഓക്കെ, കാരണം ലി അന്ന ലഹുമ ഫസ്ഖുഹ, അവർക്ക് രണ്ടു പേർക്കും, ഇവിടെയുള്ള സെയ്ദിനും അമ്രിനും എന്ത് ചെയ്യാവുന്നതാണ്, ആ ജുആലത്തിനെ ഫസ്ഖ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഫയസ്ഖുതു ബിഹിൽ ജുഅലു, അങ്ങനെ ഫസ്ഖ് ചെയ്യുന്നതോടുകൂടെ സെയ്ദ് അമ്രിന് നൽകാനുള്ള ആ ജുഅല്, ആ കൂലി വീണു പോവുകയും ചെയ്യും. വഇൻ ലസിമൽ ജാഇലു ബിഫസ്ഖിഹി വഹ്ദഹു ഉജറത്ത് മിസ്ലിൽ അമലി. ഓക്കെ, വഇൻ ലസിമൽ ജാഇല എന്നാണ് കേട്ടോ. വഇൻ ലസിമൽ ജാഇല, അങ്ങനെ ജാഇലിന് വിളിച്ച ആൾക്ക് നിർബന്ധമാണെങ്കിലും ശരി, ബി ഫസ്ഖിഹി വഹ്ദഹു, അവൻ മാത്രം അത് ഫസ്ഖ് ചെയ്യുന്നത് കൊണ്ട് ഉജറത്ത മിസ്ലുൽ അമലി, അതുവരെ അമ്ര ചെയ്തിട്ടുള്ള മിസ്ലുൽ അമലിൻ്റെ അതിൻ്റെ ഉജറത്ത് എത്രയാണെന്ന് വെച്ചാൽ നൽകൽ നിർബന്ധമാണ് എന്നുണ്ടെങ്കിലും. ഓക്കെ, അതായത് അഥവാ കുറച്ച് കഴിഞ്ഞിട്ട് സെയ്ദ് അമ്രിനോട് പറയാണ് ഇനി വേണ്ട, നീ ആ പണിക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, സെയ്ദ് അവൻ ഇതുവരെ ചെയ്തിട്ടുള്ള അമലിൻ്റെ കൂലി അമ്രിന് നൽകൽ നിർബന്ധമാണ്. അങ്ങനെയുണ്ടെങ്കിലും ശരി, ഫറാഖിന് മുമ്പ് ആ ജുഅലത്തിൻ്റെ മേലൊരു പണയം വെച്ചാൽ അത് ശരിയാവില്ല, കാരണം അത് ലാസിമായിട്ടില്ല എന്നർത്ഥം. ഓക്കെ, വാനിൽ മസ്അലത്തൈനി, ഈ രണ്ട് മസ്അലയെ തൊട്ടാണ്, ഒന്ന് നുജൂമുൽ കിതാബത്ത്, ജുഅലുൽ ജുഅലത്ത്, ഈ രണ്ട് മസ്അലയെ തൊട്ട് ഇഹ്തറസ ബിഖൗലിഹി ലാസിമൻ എന്നുള്ള തൻ്റെ ഖൗല് കൊണ്ട് മുസന്നിഫ് തങ്ങൾ സൂക്ഷിച്ചു എന്നർത്ഥം. ഓക്കെ, ഇനി ഖീല യജൂസു ബഅദ ശുറൂഇ ഫിൽ അമലി, എന്നാൽ ഇവിടെയും ജുഅലുൽ ജുഅലത്തിൻ്റെ വിഷയത്തിൽ ആ അമല് തുടങ്ങിയതിന് ശേഷം വേണമെങ്കിൽ റഹ്ന് വെക്കാവുന്നതാണ് എന്നുള്ള ഒരു ളഈഫായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതിൻ്റെ കാരണം എന്താ, ലിൻതിഹാഇൽ അംരി ഫീഹി ഇലൽ ലുസൂമി, കാരണം ഇങ്ങനെ തുടങ്ങിയാൽ പിന്നീട് അതൊരു ലുസൂമിലേക്കായിട്ട് അവസാനിക്കുമല്ലോ. കാരണം അവനത് തുടങ്ങിയാൽ പിന്നീട് അത് അവസാനിക്കും വരെ അവനത് ചെയ്യും, അപ്പോൾ അത് ലുസൂമാകുമല്ലോ എന്ന് പരിഗണിച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ റഹ്ന് വെക്കാവുന്നതാണ് എന്നും പറയുന്ന പണ്ഡിതന്മാരുണ്ട് എന്നർത്ഥം. ഓക്കെ, എന്നാൽ വയസിഹു ബഅദൽ ഫറാഗി മിനൽ അമലി ഖത്അൻ, ആ പണിയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം നിർബന്ധമായി എന്തായാലും വേണമെങ്കിൽ ഇപ്പോൾ സെയ്ദ് അമ്രിന് നൽകാനുള്ള കാശിന് പകരമായിട്ട് അമ്രിൻ്റെ കയ്യിൽ മറ്റൊരു വസ്തുവിനെ പണയം വെക്കാവുന്നതാണ് ലിൽസൂമിൽ ജുഅലി ബിഹി, കാരണം ഇങ്ങനെ ഫറാഗ് ആകുന്നതോട് കൂടെ ജോലി നൽകൽ സെയ്ദിൻ്റെ മേൽ ബാധ്യതയായിട്ടുണ്ട്, നിർബന്ധമായിട്ടുണ്ട് എന്നർത്ഥം. അടുത്തത് നോക്കാം. വയജൂസു റഹ്നു ബി സമനി മുദ്ദത്തിൽ ഖിയാരി, ഖിയാറിൻ്റെ കാലത്ത് സമനിന് പകരമായിട്ട് പണയം വെക്കൽ ജായിസാണ്. സെയ്ദ് അമ്രിൻ്റെ കയ്യിൽ നിന്നും ഒരു വസ്തു വാങ്ങിയിട്ടുണ്ട്, 3 ദിവസത്തെ അവധി വേണം എന്ന് പറഞ്ഞ് ഖിയാർ പറഞ്ഞുറപ്പിച്ചിട്ടാണ് വാങ്ങിയത്. ഓക്കെ, എങ്കിലും ഇപ്പോൾ സെയ്ദ് അമ്രിന് നൽകാനുള്ള ആ വസ്തുവിൻ്റെ വിലക്ക് പകരമായിട്ട് മറ്റൊരു വസ്തുവിനെ അമ്രിൻ്റെ കയ്യിൽ പണയം വെക്കാവുന്നതാണ്, ജായിസാണ്. കാരണം ലി അന്നഹു ആയിലുൻ ഇലൽ ലുസൂമി, കാരണം ആ സമന് പിന്നീട് ലാസിമാകാൻ വേണ്ടി പോകുന്നതാണ്. വൽ അസ്ലു ഫി വൽഇഹി, കാരണം ഈ ഒരു ഖിയാർ വൽഇ ചെയ്യാനുള്ള ശറഅാക്കാൻ തന്നെയുള്ള അസ്ൽ എന്താണ്, അൽ ലുസൂമു, ആ ഒരു ബൈഅ ലാസിമാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി നൽകാനുള്ള ഖിയാറിൻ്റെ കാലം കഴിഞ്ഞാലേ കൃത്യമായിട്ടും ലാസിമാവുകയുള്ളൂവെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിന് പകരം മറ്റൊരു വസ്തുവിനെ പണയം വെക്കാവുന്നതാണ്. ബി ഖിലാഫി ജുഅലുൽ ജുഅലത്തി, നമ്മൾ നേരത്തെ പറഞ്ഞ ജുഅലുൽ ജുഅലത്തിനെതിരായിട്ട് അത് ലാസിമാകാൻ പോകുന്നതാണ് എന്നുള്ള നിലക്കല്ല അത് വദഅ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതിന് പകരമായിട്ട് റഹ്ന് വെക്കാൻ പാടില്ല. ഓക്കെ, വലാഹിറുൻ, ഇനി പ്രകടമാണ് അന്നൽ കലാമ, ഈ ഒരു വിഷയം, അതായത് മുദ്ദത്തുൽ ഖിയാറിൻ്റെ അവസരത്തിലും സമനിന് പകരമായിട്ട് റഹ്ന് വെക്കാമെന്ന് പറഞ്ഞത് ഹൈസു ഖുൽനാ മലക്കൽ മുഷ്തരിൽ മബീഅ ലിയംലിക്കൽ ബാഇഉ സമന. ഓക്കെ, മുഷ്തരി ആ മബീഅനെ ഉടമപ്പെടുത്തും എന്ന് നമ്മൾ പറയുമ്പോഴാണ് ഈ ഒരു മസ്അലയുള്ളത്. എന്നാലേ ലിയംലിക്കൽ ബാഇഉ സമന, എന്നാലേ ബാഇഉ സമനിനെ മിൽക്കാക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ അവസരത്തിൽ എന്ത് പറ്റുകയുള്ളൂ, ആ സമനിന് പകരമായിട്ട് റഹ്ന് വെക്കാൻ പറ്റുകയുള്ളൂ. കമാ അഷാറ ഇലൈഹിൽ ഇമാമു, ഈ ഒരു വിഷയത്തിലേക്ക് ഇമാമുൽ ഹറമൈൻ തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വലാ ശക്ക അന്നഹു ലാ യുബാഉൽ മർഹൂനു ഫി സമനി മാ ലം തംളി മുദ്ദത്തുൽ ഖിയാരി, ഒരു സംശയവുമില്ല, ആ മർഹൂനായിട്ടുള്ള വസ്തു പിന്നീട് വിൽക്കപ്പെടണമെങ്കിൽ എന്തു തന്നെ വേണം, മുദ്ദത്തുൽ ഖിയാർ കഴിഞ്ഞാലേ അത് വിൽക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അമ്രിന് സെയ്ദ് ആ വസ്തു ഇതിൻ്റെ കാശ്
കാശ് നൽകിയില്ല എങ്കിൽ ആ മർഹൂനിനെ വിൽക്കാമല്ലോ. എന്നാൽ ആ മർഹൂനി വിൽക്കാൻ പറ്റുന്നത് മുദ്ദത്തുൽ ഖിയാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നതിൽ ഒരു സംശയവുമില്ലല്ലോ. വദഖലത്തിൽ മസ്അലത്തു ഫീ ഖൗലിഹി ലാസിമൻ, ഈ ഒരു മസ്അല അതായത് മുദ്ദത്തുൽ ഖിയാറിലും സമനിന് പകരമായിട്ട് റഹിന് ജായിസാണ് എന്നുള്ള മസ്അല നമുക്ക് ലാസിമൻ എന്നുള്ള ആ ഇബാറത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ബി തജവ്വുസിൻ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, ലാസിമൻ എന്നുള്ളതിൽ നിന്ന് നമുക്കിത് നേരിട്ട് കിട്ടൂല, ഒന്നുകൂടെ വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കിയാലേ പിന്നീട് ആയിലുൻ ഇല ലുസൂമി ആയതിനാലാണല്ലോ ഇവിടെ നമ്മൾ റഹിന് പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അർത്ഥത്തിൽ ലാസിമൻ എന്നുള്ളതിൽ നിന്നും ഇവർ മസ്അല നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കുക. വലാ ഫർഖ ഫിൽ ലാസിമി ബൈനൽ മുസ്തഖിറി, മുസ്തഖിറായ ലാസിമായ ദൈനും ഉണ്ടാകും, മുസ്തഖിർ അല്ലാത്തതും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മുസ്തഖിർ ആവട്ടെ ആവാതിരിക്കട്ടെ ലാസിമായാൽ മതി എന്നർത്ഥം. അതിൻ്റെ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാകും. വലാ ഫർഖ ഫിൽ ലാസിമി, ലാസിമി എന്നുള്ളതിൽ വ്യത്യാസമില്ല ബൈനൽ മുസ്തഖിരി, സ്ഥിരപ്പെട്ട് കഴിഞ്ഞ ഒന്നിൻ്റെ ഇടയിൽ. അതെങ്ങനെയാണ്? കദൈനിൽ ഖർളി, കടം നൽകിയതിൻ്റെ ദൈന് പോലെ. സെയ്ദ് അംറിന് 100 രൂപ കടം നൽകി, ഇപ്പോൾ അംറ് തിരിച്ചു നൽകാനുണ്ട്. വ സമനിൽ മബീഉൽ മഖ്ബൂല്, ഖബൂൽ ചെയ്യപ്പെട്ട മബീഇൻ്റെ സമന് എന്ന് പറഞ്ഞാൽ സെയ്ദ് അംറിന് ഒരു സാധനം വിറ്റു, അത് അംറ് ഖബൂൽ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമന് അംറിന് സെയ്ദിന് നൽകാനുണ്ട്, അതിന് പകരമായിട്ടും റഹിന് പറ്റുന്നതാണ്. വ ഗൈരിൽ മുസ്തഖിറി, മുസ്തഖിർ ആകാത്ത ലാസിമായതിൻ്റെയും ഇടയിൽ ഫർഖില്ല എന്ന് പറഞ്ഞാൽ കസമനിൽ മബീഉ ഖബല ഖബലിഹി, അംറ് സെയ്ദിൻ്റെ കയ്യിൽ നിന്നും ഒരു സാധനം വാങ്ങി അംറ് അത് സ്വീകരിക്കുന്നതിന് മുമ്പ് ആ മബീഇൻ്റെ സമനിന് പകരമായിട്ടും വേണമെങ്കിൽ നമുക്ക് റഹിന് വെക്കാവുന്നതാണ്. വൽ ഉജ്റത്തി ഖബല ഇസ്തിഫാഇൽ മൻഫഅത്തി, മൻഫഅത്ത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കൂലി കൊണ്ടും വേണമെങ്കിൽ കൂലിക്ക് പകരമായിട്ടും നമുക്ക് അത് ഗൈർ മുസ്തഖിറത്താണെങ്കിലും പണയം വെക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ സെയ്ദ് തൻ്റെ വീട് അംറിന് പാർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു, ഒരു മാസം പാർക്കാൻ വേണ്ടിയിട്ട് 5000 രൂപക്കാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അംറൻ സെയ്ദിന് നൽകാനുള്ള 5000 രൂപക്ക് പകരമായിട്ട് മറ്റൊരു വസ്തുവിനെ പണയമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, എന്നുള്ളതുപോലെ വയസിഹു റഹ്നു ബിൽ മൻഫഅത്തിൽ മുസ്തഹഖത്തി ബി ഇജാറത്തി ദിമ്മത്തി, ഇനി ദിമ്മത്തിലായിട്ടുള്ള ഇജാറത്ത് എന്ന് പറഞ്ഞാൽ സെയ്ദ് അംറിൻ്റെ കയ്യിൽ നിന്നും 10,000 രൂപ മേടിച്ചിട്ട് വാങ്ങിയിട്ട് പറയാണ് എന്ത്, നിനക്ക് 6 മാസം താമസിക്കാനുള്ള വീട് ഞാൻ ഒപ്പിച്ചു തരാം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇജാറത്തു ദിമ്മത്തി എന്ന് പറയുന്നത്. ഒരു വീടിനെ ദിമ്മത്തിലായിട്ട് ഇജാറത്തായിട്ട് നൽകുക, ഇന്നാലിന്ന വീട് എന്ന് പറയാതെ. ഓക്കെ, അപ്പോൾ 10,000 രൂപ അംറ് സെയ്ദിന് നൽകുന്നു. ഇപ്പോൾ അവന് അവകാശപ്പെട്ടിട്ടുള്ള ഒരു മൻഫഅത്താണ് 6 മാസത്തെ താമസം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? അംറ് സെയ്ദിൻ്റെ കയ്യിൽ നിന്നും പണയം സ്വീകരിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ സെയ്ദിൻ്റെ കയ്യിലുള്ള ഒരു ലാപ്ടോപ്പ് എന്ത് ചെയ്യുന്നു? അംറ് പണയമായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ് മെച്ചം? വയുബാഉൽ മർഹൂനു, ആ ലാപ്ടോപ്പ് വിൽക്കപ്പെടുന്നതാണ് ഇൻദൽ ഹാജത്തി, ആവശ്യ സമയത്ത്. എന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ള ഒരു വീട് ഒപ്പിച്ചു കൊടുക്കാൻ സെയ്ദിന് കഴിയുന്നില്ല എങ്കിൽ ആ മർഹൂൻ അവിടെ വിൽക്കപ്പെടണം. വ തഹ്സുലുൽ മൻഫഅത്തു മിൻ സമനിഹി, എന്നിട്ട് ആ മർഹൂനിൻ്റെ വിലയിൽ നിന്നും ആ മൻഫഅത്ത് കരസ്ഥമാക്കപ്പെടണം. എന്നിട്ട് ആ ലാപ്ടോപ്പ് വിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് എന്തു ചെയ്യണം? ആ കാശ് കൊണ്ട് കിട്ടുന്ന ഒരു വീടൊപ്പിക്കുകയും 6 മാസം കൂടെ താമസിക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാൽ ഇനി വലാ യസ്ഹു ബിൽ മൻഫഅത്തി ഫി ഇജാറത്തിൽ ഐനി, ഇന്നാലിന്ന വീട് വാടക കൊടുക്കുന്ന അവസരത്തിൽ അവിടെയുണ്ടാകുന്ന മൻഫഅത്തിന് പകരമായിട്ട് മറ്റൊരു റഹിന് ശരിയാവുകയില്ല എന്നർത്ഥം. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഐനായിട്ടുള്ള വസ്തുവാണ് നൽകാനുള്ളത് എങ്കിൽ അവിടെ പണയം വെക്കാൻ പാടില്ല. ഓക്കെ, അടുത്തത് വരുന്നത് ഒരു ചെറിയ തംബീഹാണ്. മർഹൂന ബിഹി മഅലൂമാകണോ വേണ്ടയോ എന്നുള്ള ഒരു നിബന്ധനയുണ്ടോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം. ഓക്കെ, തംബീഹുൻ. സകത ഷെയ്ഖാനി വഗൈറുഹുമ, നബവി ഇമാമും റാഫിഅ ഇമാമും മിണ്ടാതിരുന്നു, അവരല്ലാത്തവരും. അനിഷ്തിറാത്തി കൗനിൽ മർഹൂനി ബിഹി മഅലൂമൻ, മർഹൂനി ബിഹി ആയിട്ടുള്ള വസ്തു മഅലൂമാകണം എന്ന് ഷർത്ത് ഉള്ളതിനെ തൊട്ട് മിണ്ടാതിരുന്നു. അങ്ങനെ ഷർത്ത് ഉണ്ട് എന്ന് ഇവർ രണ്ടുപേരും അല്ലാത്തവരും പറഞ്ഞിട്ടില്ല എന്നർത്ഥം. മഅ ദിക്രിഹിം ഇഷ്തിറാത്ത കൗനിൽ മദ്മൂനി മഅലൂമൻ ഫിൽ ജദീദി, ജദീദായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഒരാൾ മറ്റൊരു വസ്തുവിൻ്റെ ലൊമാൻ ഏറ്റെടുക്കുകയാണ് എങ്കിൽ ആ മദ്മൂനായിട്ടുള്ള കാര്യം മഅലൂം
മാലൂമാകണം എന്ന് ഷർത്തുണ്ട് എന്ന് ഇവരെല്ലാവരും പറയുന്നുണ്ട്. കമാസീത്തീനി അക്കാര്യം വരുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ മദ്മൂനായിട്ടുള്ള വസ്തു മാലൂമാകണം എന്ന് പറഞ്ഞ ഈ പണ്ഡിതന്മാർ മർഹൂനി ബിഹിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ വഹുമാ മുതഖാരിബാനി, ഈ രണ്ട് കാര്യങ്ങളും മദ്മൂനും മർഹൂനി ബിഹിയും ഏകദേശം സെയിം കാര്യങ്ങൾ വരുന്ന അടുപ്പമുള്ള കാര്യങ്ങളാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മദ്മൂനിൽ മാലൂമാകണമെന്ന് ഷർത്തുണ്ടെങ്കിൽ മർഹൂനി ബിഹിയിലും അതേ ഷർത്തുണ്ടാകും എന്ന് മാത്രമല്ല, വഫിൽ കിഫായത്തി, കിഫായയിലുണ്ട് യുഷ്തറത്തു അൻ യകൂന മഅലൂമൻ ലഹുമാ. ഓക്കെ, ഇബ്നു ദിഫ്അ പറയുന്നു എന്ത്, ഈ മർഹൂനി ബിഹി ആയിട്ടുള്ള വസ്തു റാഹിനും മുർത്തഹിനും അറിയപ്പെട്ടതായിരിക്കണം, അത് നിബന്ധനയുണ്ട് എന്ന്. ഓക്കെ, ഫലൗലം യഅലംഹു അഹദുഹുമാ ലം യസിഹ, അവരിൽ ഒരാൾ ആ മർഹൂനി ബിഹി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ റഹിന് തന്നെ ശരിയാവുകയില്ല. കമാ സറഹ ബിഹി ഫിൽ ഇസ്തിഖ്സാഇ എന്നുള്ള ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖഫ്ഫാൽ റഹിമഹുല്ല സ്വരീഹാക്കി പറഞ്ഞതുപോലെ. എന്ന് മാത്രമല്ല, ഖാലൽ ഇസ്നവി തങ്ങൾ പറയുന്നുണ്ട് വഫീ ശറാഇത്തുൽ അഹ്കാമിൽ ഇബ്നു അബ്ദാൻ തങ്ങളുടെ ശറാഇത്തുൽ അഹ്കാം എന്നുള്ള കിതാബിലും വഫിൽ മുഅയ്യൻ ലി അബീ ഖലഫി ത്വബരി തങ്ങളുടെ മുഅയ്യൻ എന്നുള്ള കിതാബിലും ഇത് ഷർത്താണ് എന്ന്, മർഹൂൻ ബിഹി മാലൂമായിരിക്കണം എന്നുള്ള ഷർത്താണ് എന്ന് ഉണ്ട് എന്ന് ഇസ്നവി തങ്ങളും പറയുന്നുണ്ട്.